ഇവിടെ ഷാജി ജോസഫ് ഇപ്പോൾ 2010 ഗുജറാത്ത് പറഞ്ഞുകൊണ്ടാണ് 2017 നോക്കിയാൽ അന്ന് 182 അംഗ നിയമസഭയിൽ 77 സീറ്റ് നേടാനായി. പക്ഷേ അത് കഴിഞ്ഞ് 2022 വരുമ്പോൾ ഈ 77 എന്നുള്ളത് നേരെ 17 ചുരുങ്ങി. ഏതാണ്ട് 30% വോട്ട് ഷെയറാണ് ഇല്ലാതായി പോയത്. ആം ആദ്മി പാർട്ടി എന്നാൽ അല്പം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സാഹചര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് പോയാൽ ഇപ്പോൾ ഈ വർഷാവസാനത്തിനുള്ളിൽ എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ RJD കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ അവിടെ കോൺഗ്രസിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയൊക്കെ പദയാത്രയും മറ്റുമായി ഇറങ്ങി. പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തയൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ടും അവിടെ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ തല്ല് നാഷണൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായി വന്നതാണ്. കൂടുതൽ സീറ്റുകൾ ചോദിച്ചെടുക്കുക, സഖ്യത്തിൽ നിന്ന് മുന്നണിയിൽ വാങ്ങിച്ചെടുക്കുക, എന്നിട്ട് ആ മുന്നണിയെ തന്നെ തോൽപ്പിച്ച ബീഹാറിലെ ഒരു മുൻ ചരിത്രം നിൽക്കുന്നു. അതേസമയം ഇന്ത്യ മുന്നണി, നേരത്തെ ശ്രീലാൽ അതിലേക്ക് കടന്നില്ല, സംഘടനാപരമായ പ്രശ്നങ്ങളിൽ നിന്നാണ് സംസാരിച്ചത്. ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ആ കോൺഗ്രസ് ലീഡർഷിപ്പിനോടുള്ള അതൃപ്തിയും അവിശ്വാസവും പ്രതിപക്ഷ പാർട്ടികളിൽ വളരെ സജീവമായിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സമ്മേളനം എന്നതുകൂടി ഓർക്കണം. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിലുള്ള തീരുമാനങ്ങൾ കോൺഗ്രസിന് എടുക്കാനായി എന്ന് കരുതാൻ കഴിയുന്നുണ്ടോ ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ? നേരത്തെ കോൺഗ്രസിൻ്റെ അഹമ്മദാബാദിൽ നടക്കുന്ന ഈ AICC സമ്മേളനത്തെ ഒരു ദൊഷൈദ്രിക്കിൻ്റെ കാഴ്ചപ്പാടുകൂടി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം, ഇതിനു മുൻപും പല ആവർത്തി ഇതിലും വലിയ കോലാഹലത്തോടുകൂടി കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഞാൻ കവർ ചെയ്തിട്ടുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഉദയ്പൂരിലെ സമ്മേളനം, ജയ്പൂരിലെ സമ്മേളനം, എന്തിനിപ്പുറം ഏറ്റവും അടുത്ത് റായ്പൂരിൽ നടന്ന സമ്മേളനം. ഈ സമ്മേളനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന ഹൈക്കമാൻഡ് നടത്തിയ വലിയ സംഭാഷണങ്ങൾ, വലിയ പ്രസംഗങ്ങൾ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും റാങ്ക് ആൻഡ് ഫയലിനെയും ത്രസിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രസംഗങ്ങൾ നന്നായിരുന്നു, വലിയ പ്രസ്താവനകളായിരുന്നു. പക്ഷേ എന്താണ് അതിന് ശേഷം സംഭവിച്ചത്? ഈ പ്രസ്താവനകളൊക്കെ, ഈ പ്രസംഗങ്ങളൊക്കെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുവാൻ എന്ത് പ്രവൃത്തിയാണ് അല്ലെങ്കിൽ എന്ത് ശ്രമമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ, അഹമ്മദാബാദിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു AICC സമ്മേളനം ഇതുകൊണ്ടും നാം ഒത്തിരിയൊന്നും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ കോൺഗ്രസിനെയും BJPയും വ്യത്യസ്തമാക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഒരു സംഘടന എന്ന നിലയിൽ ഈ 2 പാർട്ടികൾക്കും ഇടയിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് കൺവിക്ഷൻ, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. ഈ 3 ഗുണങ്ങൾ കൃത്യമായി നമ്മൾ കാണുന്ന ഒരു സംഘടനയാണ് BJP. എന്നാൽ കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പാർട്ടിയുടെ സംഘടനയെ ബലഹീനമായി, ഓരോ ദിവസവും ബലഹീനമാക്കി മുന്നോട്ട് പോകുമ്പോഴും ഈ 3 ഗുണങ്ങൾ ഈ പാർട്ടിയിൽ കൊണ്ടുവരാൻ പാർട്ടിയുടെ നേതൃത്വമോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ലീഡേഴ്സോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഞാൻ ഒരു കാര്യം, നിങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. റായ്പൂരിലെ ഈ കഴിഞ്ഞ ഒരു മാസം മുൻപ് അഹമ്മദാബാദിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. റായ്പൂരിലെ മീറ്റിങ്ങിലും ഇതേ പ്രസ്താവന തന്നെ പറഞ്ഞിരുന്നു, 1 ഫാമിലി 1 ടിക്കറ്റ്. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് 3 MP-മാരുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ നടത്തുന്ന പ്രസംഗങ്ങളും അവർക്ക് പാർട്ടിയുടെ ഏറ്റവും വലിയ തലത്തിലിരിക്കുന്നവർക്ക് ബാധകമല്ലാത്ത നിയമങ്ങളുമാണ് അല്ലെങ്കിൽ നയങ്ങളുമാണ് കൊണ്ടുവരുന്നെങ്കിൽ അത് താഴോട്ട് ഉള്ള പാർട്ടി ഘടകങ്ങളെയും റാങ്ക് ആൻഡ് ഫയലിനെയും കൺവിൻസ് ചെയ്യാത്ത നീക്കങ്ങളായി മാറും. അടുത്തത്, ശരത്ത് ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ മനോരമയിലെ സ്റ്റേറ്റ്മെൻറ്റ് 2005 അത് അന്നത്തെ കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മതന്യൂനപക്ഷങ്ങളെ
സംരക്ഷിക്കുകയും അവരുടെ ഉന്നമനത്തിനായി പൂർണ്ണമായും ശ്രമിക്കുകയും ചെയ്ത പാർട്ടി എന്ന് ഉള്ള ഒരു പ്രസ്താവന കാണിച്ചുകൊണ്ട് 2005 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അവരുടെ ഉന്നമനത്തിനായി പല നീക്കങ്ങളും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൂടെ കൊണ്ടുവന്നു. അതേ കോൺഗ്രസ് പാർട്ടിയാണ് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വഖഫ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു സംരക്ഷണത്തിൻ്റെ വേദി ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നപ്പോൾ എവിടെയായിരുന്നു ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതൃത്വത്തിൽ ഉള്ള ഏറ്റവും വലിയ നേതാക്കൾ? ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി പോലും ഒരക്ഷരം സംസാരിച്ചില്ല വഖഫ് വിഷയത്തിൽ എന്ന് പറയുന്നതിനും അപ്പുറം എന്താണ് ഇവരുടെ കൺവിക്ഷൻ? ഇപ്പോൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സംസാരിക്കുന്നത് ജാതി സെൻസസ് കൊണ്ടുവന്ന് OBCകളെ ഉദ്ധരിക്കണമെന്നുള്ളതാണ്. ഏതാണ്ട് 5% വരുന്ന രാഷ്ട്രീയ സ്വാധീനമുള്ള അധികാരത്തോട് അടുപ്പമുള്ള ആളുകൾ മാത്രമാണ് ഇന്ത്യയെ ഭരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, OBCയുടെ സംരക്ഷകനാണ് രാഹുൽ ഗാന്ധി എങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ നേതൃത്വത്തിലേക്ക് നിതീഷ് കുമാർ എന്ന് പറയുന്ന OBCയുടെ നേതാവ് വരാൻ ശ്രമിച്ചപ്പോൾ അതിന് തടയിടാൻ കോൺഗ്രസ് മുന്നോട്ട് വന്നത്? ആ ഒരൊറ്റ നീക്കം കൊണ്ടല്ലേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വിശാലമായ പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ്മ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് മാത്രമല്ലേ? ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റും രാഹുൽ ഗാന്ധിക്ക് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൺവിക്ഷൻ ഉണ്ടാകണം ഈ നേതൃത്വത്തിന്, ഈ പാർട്ടിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം, ഈ പാർട്ടിക്ക് നയങ്ങളിൽ കൺവിക്ഷൻ ഉണ്ടാകണം, കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം, കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഇതുമില്ലാതെ കോൺഗ്രസ് എത്ര മീറ്റിംഗ് നടത്തിയാലും, അത് ഗുജറാത്തിൽ നടത്തിയാലും രാജസ്ഥാനിൽ നടത്തിയാലും, കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ, അതിൻ്റെ നേതൃത്വത്തെയോ നമുക്ക് വിശ്വസിക്കാനാവില്ല.